എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം നല്ല രസമുള്ള ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കേട്ടോ. നമസ്കാരം ശ്രീകാന്ത് സാർ, പിറന്നാൾ ആശംസകൾ. എൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആണല്ലേ. അപ്പോൾ എന്തായാലും ജയശ്രീയാണ് അയച്ചെന്നത്. ഞാൻ ജയശ്രീയാണേ. വീട് എറണാകുളത്ത് കടവന്ത്രയിൽ. എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറുതെന്ന് തോന്നുന്ന, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു മഹാകാര്യം തന്നെയാണ്. ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം അട ഉണ്ടാക്കി മകൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവന് കൊടുത്തു. ബാക്കിയുണ്ടായിരുന്നത് ഞാനും കഴിച്ചു. രാത്രി പാത്രങ്ങൾ കഴുകുന്നതിനിടെ പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലെ ആണി കാണുന്നില്ല. എല്ലായിടത്തും പരതിയിട്ടോ കിട്ടിയില്ല. സിങ്കിൽ കൂടി പോയി കാണുമെന്ന് വിചാരിച്ചു. രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. പിന്നെ എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തു. രാവിലെ എഴുന്നേറ്റ് പിന്നെയും ആണിക്ക് വേണ്ടി പരതി. വേസ്റ്റിൽ കൂടി ഇനി നോക്കാമെന്ന് കരുതി. പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത, ഞാൻ ത്രിമധുരം ചാനലിലെ അംഗമാവാം. എൻ്റെ അനുഭവം എഴുതി അറിയിക്കാമെന്ന് ഭഗവാനോട് ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അടിച്ചു വാരിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഒന്നും കണ്ടില്ല. പിന്നെ ഒന്ന് വിശദമായിട്ട് നോക്കിയപ്പോൾ അതാ കിടക്കുന്ന അടപ്പിൻ്റെ ഉള്ളിലെ ആണി. അപ്പോഴാണ് ആശ്വാസമായത്. അല്പം അശ്രദ്ധയ്ക്ക് ഭഗവാൻ തന്ന ചെറിയ ശിക്ഷ. ലൂസായ ആണി മുറുക്കി വെക്കാൻ ശ്രദ്ധിക്കാത്തതിനാൽ ഭഗവാൻ ചെയ്ത ഒരു കാര്യം. അതിൽ പിന്നെ ഏത് അടപ്പും നോക്കിയിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ കേട്ടോ. ഇതൊരു വലിയ അനുഗ്രഹമല്ലേ സാർ? ആ ആണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? എൻ്റെയോ മകൻ്റെയോ വയറ്റിലാണോ എന്ന് ചിന്തിച്ച് പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വന്നേനെ. ഭഗവാൻ ആരാ ആള്? ഒത്തിരി അനുഭവങ്ങളുണ്ട്, പിന്നീടാവാം. നന്ദി ശ്രീകാന്ത് സാർ. അങ്ങനെ പറഞ്ഞ് എഴുതി അയച്ചതാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയില്ലേ, എന്താണ് ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ കാണുക എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല, ഇതൊക്കെ വലിയ കാര്യം തന്നെയാണല്ലേ. നമ്മൾ എപ്പോഴാണോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്ന ചെറിയ അനുഭവങ്ങളിൽ ഭഗവാന്റെ സ്പർശം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര സന്തോഷമായി. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഇഴജന്തുണ്ടെന്ന് സങ്കല്പിക്കുക. പക്ഷേ പെട്ടെന്ന് നമ്മളതിനെ കണ്ടു. കണ്ട് നമ്മൾ തിരിച്ചുപോയി. പക്ഷെ അവിടെ നമ്മൾ സങ്കല്പിക്കേണ്ടത് ആ കാണാനുള്ള ആ നിമിഷത്തെ ഭഗവാൻ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നൂല്ലേ. അപ്പം നമ്മൾ ഭഗവാനെ സ്മരിക്കുക. അങ്ങനെയൊക്കെയല്ലേ അനുഭവങ്ങൾ വരുന്നത്. എന്തൊരു സുഖമായിട്ടുള്ള അനുഭവമാണല്ലേ. ചെറിയൊരു ആണിയുടെ അനുഭവമായിരുന്നെങ്കിലും അത് രസമായി. എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. കൃഷ്ണവിഗ്രഹങ്ങൾ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട് സമ്മാനമായിട്ട്. ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.